സോ ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസാവാൻ ഇനി ഏതാണ്ട് 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഇനിയും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങിയായിരുന്നു. സോ കൊറിയൻ സൈഡിൽ നോക്കിയ ഒരു ഡ്രോൺ ഷോ ഒക്കെ നടന്നായിരുന്നു. ഡ്രോൺ ഷോ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരുന്നു. പിന്നെ സിനിമയുടെ സൈഡിൽ നിന്ന് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പിന്നെ ബിഹൈൻഡ് ദി സീൻസ് ഫുട്ടേജസ് ഒക്കെ ഒരു കുറച്ച് ഒഫീഷ്യലി തന്നെ റിലീസ് ചെയ്തായിരുന്നു. സോ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാന്റെ ഒരു പുതിയ സൂട്ട് കൂടെ ടീസ് ചെയ്തിട്ടുണ്ട്. വിന്റർ സൂട്ട് എന്നാണ് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ ആദ്യം ഉപയോഗിച്ച ഒരു സൂട്ട് പോലെയാണ്. സോ അതിന്റെ കാര്യത്തിലോട്ടൊക്കെ വരാം. ഫസ്റ്റ് നമുക്ക് ആദ്യം കിട്ടിയ അപ്ഡേറ്റ്സ് തന്നെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ അടുത്ത് തന്നെ വരാം. ചെറിയൊരു സൂപ്പർമാൻ ടച്ച് ഒക്കെ അവിടെ ആയിട്ട് എനിക്ക് തോന്നി. ആ സൂട്ടിൽ തന്നെ നല്ല നൈസായിട്ട് കുറെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സൂട്ട്. ആ സ്പൈഡർ ലോഗോ വരെ നല്ല നൈസായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോസ്റ്ററിന്റെ ക്യാപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും, ദ വേൾഡ് ഹാസൻ ഫോർഗോട്ടൻ പീറ്റർ പാർക്കർ ബട്ട് ഹി ഹാസൻ ഫോർഗോട്ടൻ ദം എന്ന ചെറിയ നോട്ടൊക്കെ കാണാൻ സാധിക്കും. ഈ സിനിമയിലും ആ ഒരു കോൺസെപ്റ്റ് തന്നെയായിരിക്കും അവർ വെക്കാൻ പോകുന്നത്. ചെറിയൊരു നോട്ടായിട്ട് അവർ നമ്മളെ ടീസ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഈ സിനിമയിൽ സ്പൈഡർമാൻ ആയിരിക്കും സ്ക്രീൻ ടൈം കൂടുതൽ. കാരണം ഇത്ര സിനിമയിൽ പീറ്റർ പാർക്കറിനെ നല്ലൊരു കാണിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്പൈഡർമാനെയും കുറച്ച് അങ്ങോട്ട് കാണിക്കാനായിരിക്കും അവരുടെ ഐഡിയ. അതുകൊണ്ടായിരിക്കും ആ പോസ്റ്ററിൽ നമ്മുടെ പീറ്റർ പാർക്കറിന്റെ ഫേസ് പകുതി ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ക്യാമറ ഫോക്കസ് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻ ലോഗോനെയാണ്. സോ അതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ സൂട്ടിന്റെ കാര്യത്തിലോട്ടൊന്നും ആ ഒരു VFX ഉപയോഗിച്ചിട്ടില്ല. ആ പോസ്റ്ററിലായാൽ പോലും ആ പ്രാക്ടിക്കൽ സൂട്ടിനെ ഒരു പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കഴുത്തിന്റെ അടുത്തോട്ടൊക്കെ ആ റിങ്കിൾസ് ഒക്കെ നമുക്ക് നൈസായിട്ട് തന്നെ കാണാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സ്പൈഡർമാൻ ഇങ്ങനെ ഒരു ബിൽഡിംഗ് അടിച്ച് ആടുമ്പോൾ സൂട്ട് കാറ്റത്ത് ഇങ്ങനെ ആടുന്നത്. സോ അത് ഡയറക്ടർ ആ സ്ക്രിപ്റ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് നല്ല നൈസായിട്ട് തോന്നി. പിന്നെ വേറൊരു ടോം ഹോളണ്ടിന്റെ അത് VTC തന്നെ ഒരു ഇന്റർവ്യൂവിൽ ടോം ഹോളണ്ട് വേറെ ആയിരിക്കുന്ന സെയിം ജാക്കറ്റ് ആണ്. സോ ബാക്ക് ടു ബാക്ക് ആയിരിക്കും അവർ ഈ പോസ്റ്ററിനും ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ ഹാൻഡ് ഗാങ്ങിന്റെ കൂടെ പ്രിസണിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. പക്ഷെ സ്പൈഡർമാൻ എന്തിനാണ് പ്രിസണിൽ വന്നെന്ന് ഡീറ്റെയിലിംഗ് ഒന്നും തന്നെ അവർ ട്രെയിലറിൽ തന്നിട്ടില്ല. പക്ഷെ ഒരു ചാൻസ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയർ ഡെവിൽ ബോൺ അഗൈൻ സീസൺ 2 അതിന്റെ ഫിനാലിയിൽ നമ്മുടെ മേർട്ട് മർഡോക്ക് ഇപ്പോൾ പ്രിസണിലാണ്. സോ നമ്മുടെ ഡെയർ ഡെവിലിനെ രക്ഷപ്പെടുത്താനും പീറ്റർ പാർക്കർ പോയതാകാം, അല്ലെങ്കിൽ ചില ഹെൽപ്പിനും പോയതാകാം. സോ അത് നമുക്ക് സിനിമ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഡെയർ ഡെവിലുള്ള ജയിലാണോ ഇപ്പോൾ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്നത് അത് നമുക്ക് അറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ 2 ഡിഫറന്റ് ജയിലാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാറ്റ് മർഡോക്കാണ് ഡെയർ ഡെവിൽ എന്ന് വേൾഡ് ഫുള്ളിന് അറിയാം. സോ പീറ്റർ പാർക്കറിനെ അത് അറിയായിരിക്കും. സോ വല്ല ഹെൽപ്പിനും ചോദിക്കാൻ വേണ്ടി പോയതായിരിക്കും. ബിക്കോസ് സ്പൈഡർമാൻ നോ വേ ഹോമിൽ തന്നെ നമ്മുടെ പീറ്ററിന്റെ ലോയർ ആയിരുന്നു മാറ്റ് മർഡോക്ക്. സോ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഹാൻഡ് ഫൈറ്റ്, മറ്റേ സ്പൈഡർമാൻ ഹാൻഡ് ടീം ഹാൻഡ് ഗാങ്ങുമായിട്ടുള്ള ഫൈറ്റിൽ മറ്റേ ഡ്രോണിന്റെ ആ സീക്വൻസിൽ അവർ പ്ലേ ചെയ്തായിരുന്നു. അത് നോക്കിയാൽ നമ്മൾ താഴെ ഉള്ള 2 ഫൈറ്റേഴ്സ് സ്പൈഡർമാൻ എല്ലാം എയിം ചെയ്തു വരാം. താഴെ വേറെ ആരെയാണ് എയിം ചെയ്തു വരുന്നത്. സോ ചിലപ്പോൾ അവിടെ ഹൾക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡെയർ ഡെവിൽ തന്നെ കാണാം. സോ അത് സിനിമയിൽ നോക്കാം. ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്തതായിരിക്കും. പിന്നെ വേറൊരു ഫുട്ടേജ് നോക്കിയാൽ നമ്മുടെ സ്പൈഡർമാൻ സ്കോർപ്പിയനായിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. അതിൽ അവർ നോക്കിയ ഒരു സ്ട്രീറ്റ് തന്നെ അവർ സെറ്റ് ഇട്ട് ചെയ്തതായിട്ട് കാണാം. പിന്നെ സ്കോർപ്പിയൻ ഡ്രസ് നോക്കിയാൽ അത് VFX ആണ്. മോഷൻ ക്യാപ്ചർ ഡ്രസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കാണാൻ സാധിക്കും. സോ നൈസായിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ഒക്കെ തന്നെ ഒറിജിനൽ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോട്ട് ഇതിൽ നോക്കിയാൽ നമ്മുടെ സ്പൈഡർമാനെ ആരോ തൂക്കി ഒരു ട്രക്കിൽ അടിക്കുന്ന ഒരു ഷോട്ട്. പക്ഷെ അടിക്കുന്ന ആരാണെന്ന് കാണിച്ചിട്ടില്ല. ഫസ്റ്റ് നമുക്ക് ആ സൂട്ടിന്റെ അടുത്ത് ഇങ്ങനെ പോവാം. നോക്കിയ സ്പൈഡർമാന്റെ മറ്റേ നോവേ ഹോമിൽ വന്ന അതേ സെയിം ഷൂട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പുറത്തൂടെ സ്വെറ്ററും കൂടെ ഇട്ടിട്ടുണ്ട്. സോ തണുപ്പ് താങ്ങാനായിരിക്കും സ്പൈഡർമാൻ ഇങ്ങനെ ചെയ്തത്. ഫസ്റ്റ് ഈ ഷൂട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ മറ്റേ അമേസിംഗ് സ്പൈഡർമാൻ ഇട്ട ആ ഷൂട്ടായിരുന്നു ഓർമ്മ വരുന്നത്. സോ അവർ ചിലപ്പോൾ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തായിരിക്കും ഇതും ചെയ്തിരിക്കുന്നത്. സോ പക്ഷേ ഈ വിന്റർ സൂട്ടിന്റെ കൂടെ ഇട്ടിരിക്കുന്ന ആ അകത്തിട്ടിരിക്കുന്ന ആ സൂട്ട് ബ്രാൻഡ് ന്യൂ ഡേയിൽ വരത്തില്ല. ബിക്കോസ് ഇത് നോവേ ഹോം പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ സ്പൈഡർമാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഡ്രസ്സാണ്. ആ ഷൈനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു ബ്രാൻഡ് ന്യൂ ഡേക്ക് വേണ്ടി ഡിഫറൻറ്റ് സ്വന്തമായിട്ട് വീണ്ടും ഉണ്ടാക്കിയ ഒരു പുതിയ സൂട്ടാണ്. സോ നോവേ ഹോം സൂട്ട് വരത്തില്ല. ആ നോവേ ഹോം സൂട്ട് നോക്കിയാൽ കുറച്ച് ബ്രൈറ്റ് ആയി. ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വരുന്ന സൂട്ട് കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്. പക്ഷേ ഈ ബ്രാൻഡ് ന്യൂ ഡേ വരുന്ന ആ സൂട്ട് കുറച്ചുകൂടെ ലൈറ്റ് കളേർഡ് ആയിട്ടാണ്, കുറച്ച് ഡാർക്ക് ടോണിലാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ മറ്റിപ്പോ കഴിഞ്ഞ നോവേ ഹോമും പിന്നെ ബ്രാൻഡ് ന്യൂ ഡേയും തമ്മിൽ മൊത്തത്തിൽ ഒരു 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ 4 വർഷത്തെ സീക്വൻസ് ഒരു മോണ്ടേജ് കണക്ക് ഇങ്ങനെ സ്കിപ്പ് അടിച്ച് കാണിക്കാനാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ സോ ആ 4 വർഷത്തെ ഗ്യാപ്പിൽ സ്പൈഡർമാൻ എന്തൊക്കെ ചെയ്തെന്നായിരിക്കും ഈ മോണ്ടേജ് ആയിട്ട് കാണിക്കുന്നത്. ആ മോണ്ടേജിൽ ചിലപ്പോൾ ഈ വിന്റർ സൂട്ട് അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് സിനിമയിൽ വരാൻ സാധ്യതയില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് സ്കിപ്പ് അടിച്ച് പോകും കഥകൾ. പിന്നെ നമ്മുടെ സ്പൈഡർമാനെ തൂക്കിയിരുന്ന വില്ലൻ അതാരെന്ന് കാണിച്ചിട്ടില്ല. ട്രക്കിലോട്ടെടുത്ത് അടിക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും റൂമേഴ്സ് ഒക്കെ ഉള്ളത് റൈനോ ആയിരിക്കും എന്നാണ്. സോ റൈനോ ഈ സിനിമയിൽ വരുമെന്നും കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു കൺഫേംഡ് റൂമർ അല്ല, എന്നാലും നോക്കിയേക്കാം. പക്ഷെ റൈനോ മാത്രമല്ലേ, മോണ്ടേജ് സീക്വൻസിൽ തന്നെ കുറെ വില്ലന്മാർസ് വരും. സോ ആരാണെന്ന് നമുക്കറിയില്ല. സോ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നോക്കാം. സോ അപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേനെ കുറിച്ച് ഇത്രയുള്ള അപ്ഡേറ്റ്സ്. സോ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ്സ് ഒക്കെ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ നെക്സ്റ്റ് ഒരു കിടിലൻ അമേസിംഗ് വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.